എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ മാർക്കറ്റിൽ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, അതുപോലെ തന്നെ എല്ലാം ഫിൻനിഫ്റ്റി ആണെങ്കിലും ബാങ്ക് എക്സ്, സെൻസെക്സ് മാത്രം ഒരു 380 പോയിൻ്റ് പോസിറ്റീവിലാണ്. നിഫ്റ്റി മിഡ് ക്യാപ് നിഫ്റ്റി എല്ലാം ഒരു പോസിറ്റീവിലാണ്. അതായത് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷം പിന്നീട് ഒരു താഴേക്ക് വന്നില്ല എന്നുള്ളതാണ്. ഒരു വൺ സൈഡ് മൂവ്, ഒരു അപ്പ് ട്രെൻഡ് തന്നെയായിരുന്നു. അവസാനത്തെ ഒരു മണിക്കൂർ ക്യാൻഡിൽ മാത്രമാണ് ഒരു ചെറിയ പ്രോഫിറ്റ് ബുക്കിങ്ങിലൂടെ ഒരു റെഡ് ക്യാൻഡിൽ ഫോം ആയത്. ഓക്കെ, ഇന്ന് പ്രത്യേകിച്ച് മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് ന്യൂസ് എന്ന് പറയാനൊന്നുമില്ല, കാര്യമായിട്ടുള്ള ഒരു നെഗറ്റീവ് ന്യൂസുമില്ല. പക്ഷേ പോസിറ്റീവ് ന്യൂസിൽ ചെറിയ ഒരു പ്രതീക്ഷ എന്തായിരുന്നെന്ന് പറഞ്ഞാൽ, ഈ ആഴ്ച നടക്കാനുള്ള ജാക്സൺ ഹോൾ സിമ്പോസിയം, അവിടെ സിമ്പോസിയത്തിൽ US ഫെഡറൽ ചെയർമാൻ ഉണ്ട്, ജെറോം പവൽ. അദ്ദേഹം ഈ പലിശ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യതയെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ നൽകിയിരുന്നു. അപ്പോൾ ഈ സാധ്യതയെക്കുറിച്ച് വ്യക്തമായ ഒരു സൂചനകൾ നൽകും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ അത് പൊതുവേ ഈ ഉപഭോക്താക്കളിൽ ശക്തമാണ്. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ആ ഒരു പോസിറ്റീവ് ന്യൂസ് തന്നെയുള്ളൂ. പക്ഷേ അത് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ എത്രത്തോളം ഒരു പ്ലസ് പോയിൻ്റ് ആവും എന്നുള്ളത്, എന്നിരുന്നാലും ഇന്ന് ഒരു പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മാർക്കറ്റ് ഒരു അപ്പ് ട്രെൻഡ് തന്നെയാണ്. നമ്മൾ 2 ദിവസം മുന്നെയൊക്കെ പറഞ്ഞിരുന്നു, നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് വാറൊന്നും അങ്ങനെ പ്രതികരിക്കുന്നില്ല, വാറിനൊന്നും. എന്നാൽ ചില സമയത്ത് ചെറിയ രൂപത്തിൽ പ്രതികരിക്കുന്നുണ്ട്. ഓക്കെ, പ്രത്യേകിച്ച് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത്, ഒരു ട്രേഡറുടെ ക്ഷമ എന്ന് പറയുന്നത് എപ്പോഴാണ് പുറത്തെടുക്കേണ്ടതറിയോ? നിങ്ങളൊരു ഓപ്ഷൻ ട്രേഡറാണെങ്കിൽ, അല്ലെങ്കിൽ ഏത് ഓപ്ഷൻ ബയ്യർ ആയിക്കോട്ടെ, ഓപ്ഷൻ സെല്ലർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇക്വിറ്റി ബയ്യർ ആയിക്കോട്ടെ, ഈ മൊത്തത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ട്രേഡറാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇന്ന് ഓപ്പോസിറ്റായിട്ട് സംഭവിച്ചു. പ്രോഫിറ്റ് കിട്ടേണ്ടടുത്ത് ഒരു 10,000 രൂപ ലോസിലായി. പക്ഷേ നിങ്ങൾക്ക് ഫസ്റ്റ് ഒരു 10,000 രൂപ പ്രോഫിറ്റ് ആയതിനു ശേഷം പിന്നീട് നിങ്ങൾ ഓവർ ട്രേഡ് ചെയ്തിട്ട് ആ 10,000 പ്രോഫിറ്റ് പോവുകയും പിന്നീട് അതിന് മുകളിൽ ഒരു 6,000 7,000 ലോസ് ആവുകയും ചെയ്താൽ, അവിടെയാണ് ഒരു ട്രേഡറിനെ സംബന്ധിച്ചിടത്തോളം സൈക്കോളജിക്കലായിട്ട് ചിന്തിക്കാനുള്ളത്. അവിടെയാണ് ഇമോഷൻ എന്നുള്ള ഒരു സാധനം കടന്നു വരിക. ഏത്? ഈ ഇമോഷൻ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുകയെന്നറിയോ? നേരെ ഈ കിട്ടിയ 10,000 അത് പോയി, പുറമേ 7,000 ലോസായി. ഈ 7,000 ലോസ് നികത്തും വേണം, കിട്ടിയ പ്രോഫിറ്റിനെ തിരിച്ചെടുക്കുകയും വേണം. ആ ഒരു ചിന്ത ഓട്ടോമാറ്റിക്കായിട്ട് മനുഷ്യൻ്റെ മനസ്സിലേക്ക് കടന്നു വരും. ഇല്ലയെന്ന് നിങ്ങൾ പറയൂ. നിങ്ങൾ എത്ര വർഷത്തെ ട്രേഡിംഗ് പരിചയമുണ്ട്? ഒന്ന് സാധിക്കുമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക താഴെ. ഇവിടെ ഇമോഷന് അടിമപ്പെട്ട ഒരാൾ എന്താ ചെയ്യുക? ഇപ്പോൾ ഒരു പുട്ട് സൈഡ് എടുത്തിട്ടാണ് നിങ്ങൾക്ക് ലോസ് സംഭവിച്ചതെങ്കിൽ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യും? അവിടെ പുട്ട് സൈഡ് ലോസ് ആയിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞാൽ 7,000 ലോസ് വന്നു, 10,000 പ്രോഫിറ്റ് പോകുകയും ചെയ്തു, 7,000 ലോസ് ആവുകയും ചെയ്തു. ഉടനെ ഇവിടെ എക്സിറ്റ് അടിച്ചിട്ട് നിങ്ങൾ കാൾ സൈഡ് എൻട്രി എടുക്കും. ഈ കാൾ സൈഡ് എൻട്രി എടുക്കുമ്പോൾ ഇത് പരമാവധി ഒരു റെസിസ്റ്റൻസ് ഏരിയയിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അതായത് ഇത് പരമാവധി മുകളിലേക്ക് പോയപ്പോഴായിരിക്കും നിങ്ങൾക്കിവിടെ ലോസ് സംഭവിച്ചിട്ടുണ്ടാവുക. ആ സമയത്താണ് നിങ്ങൾ ഉള്ള ലോസ്, ഉള്ള പ്രോഫിറ്റ് എല്ലാം പോവുകയും ചെയ്തു, ലോസ് സംഭവിക്കുകയും ചെയ്തു എന്നുള്ള മനോവേദനയിൽ വീണ്ടും അത് എക്സിറ്റ് അടിച്ചതിന് ശേഷം കാൾ ഓപ്പോസിറ്റ് ഈ എഗെയിൻസ്റ്റ് ആയിട്ട് പോകുന്നത്. അപ്പോൾ ഓടിത്തളർന്നിരിക്കുന്നു. അതായത് ഇതിനൊരു പോയിൻ്റ് ഉണ്ടല്ലോ, ഒരു റെസിസ്റ്റൻസിലേക്ക് എത്തിയിട്ടുണ്ടാവും. ഇനി ഇവിടെ നിന്നാണ് തീരുമാനിക്കേണ്ടത് മുകളിലേക്ക് പോകണോ താഴത്തേക്ക് വരണോ എന്നുള്ളത്. ഒരു പക്ഷേ അതിൽ 89% താഴേക്ക് വരാനായിരിക്കാം കൂടുതൽ ചാൻസ്. അപ്പോഴായിരിക്കും നിങ്ങൾ ഇവിടെ നിന്ന് ഈ ലോസ് റിക്കവർ ചെയ്യാൻ വേണ്ടി ട്രേഡ് എടുക്കുന്നുണ്ടാവുക. ഈ ട്രേഡ് എടുത്ത ഉടനെ ഇവിടെ നിന്ന് റെസിസ്റ്റൻസിൽ റെസ്പെക്റ്റ് ചെയ്ത് മാർക്കറ്റ് നേരെ വീണ്ടും താഴേക്ക്. ഇതാണ് പലർക്കും സംഭവിക്കുന്നത്. ലോസോട് ലോസ്. പന്തം പേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ പന്തം കൊളുത്തിപ്പെടാന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? എന്ന് പറഞ്ഞ പോലെയാവും. പിന്നെ അന്നത്തെ ദിവസം മൊത്തം ശാപവാക്കുകളും മൊത്തത്തിൽ അയ്യേ പുയ്യേ എന്ന് പറഞ്ഞിട്ടുള്ള നടത്തും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെയാണ് ഒരു ട്രേഡറുടെ ക്ഷമ എന്നുള്ളത് പുറത്തെടുക്കേണ്ട സന്ദർഭം. നിങ്ങൾക്ക് ലോസായി കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതറിയോ? എക്സിറ്റ് അടിച്ചിട്ട് ഒരു 10 മിനിറ്റ് കണ്ണടച്ചിട്ട് അങ്ങോട്ട് ഇരിക്കുക. ഒരു 10 മിനിറ്റ് കണ്ണടച്ച് യാതൊരു ചിന്തകളും കൊടുക്കാതെ നിങ്ങൾ ഇരിക്കുക. ഇരുന്നിട്ട് മെല്ലെ പതുക്കെ
പതുക്കെ കണ്ണു തുറന്നിട്ട് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുക. എന്നിട്ട് വളരെ സൂക്ഷ്മമായ രീതിയിൽ നിങ്ങൾ വീണ്ടും ട്രേഡ് എടുക്കുകയാണെങ്കിൽ എടുക്കുക, പ്രോഫിറ്റ് കിട്ടുന്ന രൂപത്തിൽ എടുക്കുക. അതല്ലെങ്കിൽ അന്നത്തെ ട്രേഡ് ക്ലോസ് ചെയ്യുക, പിറ്റേ ദിവസം ഫ്രഷായിട്ട് മാർക്കറ്റിൽ ഇറങ്ങുക. ഓക്കെ, അപ്പോൾ ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. മാർക്കറ്റിൽ ഇമോഷന് അഡിക്റ്റ് ആവരുത്. ഇമോഷൻ അഡിക്റ്റായി കഴിഞ്ഞാൽ, അതായത് കിട്ടിയ പ്രോഫിറ്റ് പോവുകയും ലോസ് സംഭവിക്കുകയും ചെയ്താൽ പോട്ടെ, ഇന്നത്തെ എൻ്റെ വിധി ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് സമാധാനിച്ച് കണ്ണടച്ച് കുറച്ച് നേരം ഇരിക്കുക. ഉടനെ നിങ്ങൾ വീണ്ടും മാർക്കറ്റിലേക്ക് ഇറങ്ങി പണി പാലും വെള്ളത്തിൽ കിട്ടും. ഓക്കെ, ഈ കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇന്നലെ നിഫ്റ്റിയിൽ നമുക്ക് ട്രേഡ് എടുക്കാനുള്ള സെറ്റപ്പ് എങ്ങനെയാണ് പറഞ്ഞത് എന്നുള്ളത് ആദ്യം നോക്കാം. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 2 എൻട്രിയാണ്. 24,640 ഒരു എൻട്രി എടുത്തതിന് ശേഷം നിങ്ങൾക്ക് 24,700 ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, അവിടെ നിന്ന് നിങ്ങളൊന്ന് ഇറങ്ങേണ്ടി വരും എന്ന് പറഞ്ഞു. ഓക്കെ, പക്ഷേ ഇവിടെ 1 അവർ ടൈം ഫ്രെയിമിലാണ് നമ്മളെപ്പോഴും നോക്കാറുള്ളത്. 1 അവർ ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കി 24,640 നമുക്ക് എൻട്രി ലഭിച്ചില്ല. കാരണം ഓപ്പൺ ചെയ്തത് 24,650 അതിനുശേഷം മാർക്കറ്റ് പിന്നീട് അല്പം താഴേക്ക് വന്നതിന് ശേഷം വീണ്ടും മുകളിലേക്ക് പോവുകയാണ് ചെയ്തത്. പക്ഷേ 24,640 1 അവറിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്താലേ നമുക്ക് എൻട്രി ഉള്ളൂ. അപ്പോൾ നമുക്ക് അത് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തത് 24,700 മുകളിലാണ്. ഷുവറായിട്ട് നമുക്ക് ഇവിടെ നിന്ന് എൻട്രി എടുത്തിട്ട് പോകാം. പക്ഷേ ഒരു റീടെസ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കണം. അങ്ങനെ നമ്മൾ റീടെസ്റ്റിന് വേണ്ടി കാത്തിരുന്നു. അത് നേരെ വീണ്ടും താഴേക്ക് വന്ന് മുകളിലേക്ക് പോയി വീണ്ടും താഴെ വന്നിട്ടാണ് ക്ലോസ് ചെയ്തത്. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇവിടെ ഓപ്പൺ ചെയ്ത് സെക്കൻഡ് ക്യാൻഡിൽ താഴെ വന്ന്, അതായത് 24,674 വരെ വന്ന് വീണ്ടും മുകളിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് 24,700 710 എൻട്രി ലഭിച്ചു. നേരെ മുകളിലേക്ക് 24,734 വരെ പോയുള്ളൂ. എത്ര? 24,734. ഏകദേശം ഒരു 24-25 പോയിൻറ്റിൻ്റെ മൂവിങ് ആണ് നമുക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ അവിടെ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ആ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ടാവും, അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു 10-15 പോയിൻ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടാവും. ഇതാണ് ഇന്ന് നിഫ്റ്റിയിൽ സംഭവിച്ചിട്ടുണ്ടാവുക. അതിനുശേഷം നമുക്ക് ഒരു പ്രോപ്പറായ എൻട്രി ലഭിച്ചില്ല എന്ന് തന്നെ പറയണം നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, ഇനി ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ 50,800 എൻട്രി പറഞ്ഞത്. 50,800 ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എൻട്രി എടുത്ത് പോകാം. നമുക്ക് 50,800 ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തില്ല, ക്രോസ് ചെയ്തു. ഇവിടെ ക്രോസ് ചെയ്തു, പക്ഷേ ക്ലോസ് ചെയ്തത് ഈ ലൈനിന് താഴെയാണ്. നമ്മുടെ ഒരു മെമ്പർ, ഒരു മാഡം, അവർ ഇവിടെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തു എന്നുള്ള ധാരണയിൽ ട്രേഡ് എടുത്തു. ബാങ്ക് നിഫ്റ്റിയിൽ അവർക്ക് ഒരു ലോസ് സംഭവിച്ചു. എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ കൂടുതൽ ലോസ് ആകുന്നതിന് മുമ്പ് എക്സിറ്റ് അടിക്കുക, തിരിച്ച് കയറുന്ന സമയത്ത് ഈ ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻട്രി എടുക്കുക. പക്ഷേ അവർക്കത് എക്സിറ്റ് അടിക്കാനുള്ള സമയം കിട്ടിയില്ല. അപ്പോഴേക്കും അത് കുറേശ്ശെ റിക്കവർ ചെയ്ത് അവരുടെ ലോസ് ഏകദേശം ഇന്ന് റിക്കവറായി. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയില്ല. സെക്കൻഡ് ക്യാൻഡിലിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തത് 50,910 50,910 50,894 ക്ലോസ് ചെയ്തത്. നമ്മളവിടെ റീടെസ്റ്റിന് വേണ്ടി കാത്തിരിക്കണം. 50,860 വന്നു. തിരിച്ചു പോകുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഗ്രീൻ ക്യാൻഡിൽ എപ്പോൾ കാണുന്നു അപ്പോൾ എടുക്കാമല്ലോ. അപ്പോൾ നമുക്കിവിടെ 50,895 എൻട്രി കിട്ടി. 50,895 മുതൽ 51,025 വരെ കേവലം 30 പോയിൻറ്റിൻ്റെ റാലിയാണ് നമുക്കിന്ന് ബാങ്ക് നിഫ്റ്റിയിലും കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ 1 അവർ ടൈം ഫ്രെയിമിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്ത് ഇവിടെ നിങ്ങൾ ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ 30 പോയിൻ്റ് ഇൻഡെക്സ് നീങ്ങും എന്ന് പറയുമ്പോൾ നമുക്ക് പ്രീമിയത്തിൽ 10-15 പോയിൻ്റാണ് കിട്ടിയിട്ടുണ്ടാവുള്ളൂ. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ആ 10 പോയിൻ്റ് എന്തായാലും ബുക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവില്ല, നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ടാവും. ഇതാണ് ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ സംഭവിച്ചിട്ടുണ്ടാവുക. അടുത്തത് ഫിൻ നിഫ്റ്റിയിൽ നമ്മൾ പറഞ്ഞത് 23,160 മുകളിൽ. അതിനു മുമ്പ് 23,060 നമുക്കൊരു എൻട്രി ഉണ്ട്. പക്ഷേ
23,060 എൻട്രി എടുത്തു കഴിഞ്ഞാൽ 23,160 നിങ്ങളൊന്ന് ഇറങ്ങേണ്ടി വരും. കാരണം അവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. പക്ഷേ നമുക്കിന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്ത് 23,060 മുകളിൽ തന്നെയാണ്. അതായത് 23,112. അപ്പോൾ നമ്മൾ റീടെസ്റ്റിന് വേണ്ടി കാത്തിരുന്നു. 23,086 വരെ വന്നു. 86 വരെ വന്ന് തിരിച്ചു പോകുന്ന സമയത്ത് 23,113 നമുക്ക് എൻട്രി കിട്ടിയാൽ തന്നെ നമുക്ക് റെസിസ്റ്റൻസ് ഇവിടെ 23,160 ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, 80 പോയിൻറ്റിന് മുകളിലുള്ളതുകൊണ്ട് ഇവിടെ നിന്ന് എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 23,176 വരെ, 23,113 മുതൽ 23,176 വരെ ഏകദേശം 60 പോയിൻറ്റിൻ്റെ റാലി നമുക്ക് ഫിൻ നിഫ്റ്റിയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല അപ്പോൾ 23,113 അല്ലെങ്കിൽ 15 നമുക്ക് എൻട്രി ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഫിൻ നിഫ്റ്റി നമുക്ക് ഇതാണ് ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 23,245. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ 23,115 എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ, കാരണം അവിടെ നിന്നാണ് നമുക്ക് എൻട്രി പോസിബിൾ. ഇവിടെ നിങ്ങൾ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തു, ഒരു റീടെസ്റ്റിന് വേണ്ടി കാത്തിരുന്നു. റീടെസ്റ്റ് നടത്തി കയറുന്ന സമയത്ത് ഇവിടെ ഗ്രീൻ എപ്പോൾ കളർ മാറുന്നു അവിടെ നമുക്ക് എൻട്രി എടുക്കുകയാണെങ്കിൽ 23,115 എൻട്രി കിട്ടും. സ്റ്റോപ്പ് ലോസ് വെച്ച് നമുക്ക് പോവുകയാണെങ്കിൽ 126 പോയിൻറ്റ്. നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും കിട്ടിയിട്ടില്ലെങ്കിൽ എന്താണ്, കുഴപ്പമില്ലല്ലോ. ഇവിടെ 126 പോയിൻറ്റ്, 120 പോയിൻറ്റ് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റി. ഓക്കെ, അപ്പോൾ ഫിൻ നിഫ്റ്റിയിൽ നമുക്ക് ഇന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് ട്രേഡ് എടുത്ത ആളുകൾക്ക് കേട്ടോ. അടുത്തത് മിഡ് ക്യാപ്പ് നിഫ്റ്റിയാണ്. 12,770 മുകളിൽ നമുക്ക് എൻട്രി എടുക്കാം. പക്ഷേ 12,810 ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, ചാടി ഇറങ്ങേണ്ടി വരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും 12,770 എൻട്രി കിട്ടിയില്ല, ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയിരുന്നു. പിന്നെ ഇവിടെയാണ് നമുക്ക് എൻട്രി. മൂന്നാമത്തെ ക്യാൻഡിൽ 12,816 816 ആയി ചെയ്തു. 12,815 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തു 12,810 മുകളിൽ. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ എൻട്രി ലഭിച്ചു. അതായത് 12,810 നിന്ന് 12,810 നിന്ന് എൻട്രി ലഭിച്ച മിഡ് ക്യാപ്പിൽ നോക്കിക്കോളൂ 60 പോയിൻറ്റ്. ഓക്കെ, മിഡ് ക്യാപ്പിൽ 60 പോയിൻറ്റ് എന്ന് പറയുമ്പോൾ മര്യാദ പ്രോഫിറ്റ് തന്നെയാണ്. ഇൻഡെക്സിൽ 60 പറയുമ്പോൾ നമുക്ക് പ്രീമിയത്തിൽ എന്തായാലും ഒരു 40 പോയിൻ്റൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ മിഡ് ക്യാപ്പിലും ഫിൻ നിഫ്റ്റിയിലും നമുക്കിന്ന് പ്രോഫിറ്റ് നമ്മുടെ ടെക്നിക്കൽ അനാലിസിസ് വാച്ച് ചെയ്യുന്നവർക്ക് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവും. അതേസമയം നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിഫ്റ്റിയിൽ പ്രോഫിറ്റ് നിങ്ങൾ ഒരു 10-15 പോയിൻറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടാവാം. ബാങ്ക് നിഫ്റ്റിയിൽ എന്തായാലും നിങ്ങൾ ബുക്ക് ചെയ്യാനുള്ള സാവകാശം കിട്ടിയിട്ടില്ല. 10-15 പോയിൻ്റാണ് കയറിയിട്ടുള്ളൂ. അതുകൊണ്ട് ബാങ്ക് നിഫ്റ്റി എടുത്തവർക്ക് എന്തായാലും ഇന്ന് സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നാളേക്ക് ഏത് തരത്തിലാണ് ട്രേഡ്, നമുക്ക് സപ്പോർട്ട്, മേജറായ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് നാളെ ട്രേഡ് എടുക്കുകയാണെങ്കിൽ 24,730 മുകളിൽ, 24,730 മുകളിലാണ് നമുക്കൊരു എൻട്രി ഉള്ളൂ. ഓക്കെ, ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ 1 അവറിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻട്രി എടുത്ത് പോകാം. അതേസമയം താഴേക്കാണെങ്കിൽ 24,630 താഴെ മതി. താഴേക്കും നിഫ്റ്റിയിൽ എടുത്തു വരാവുന്നതാണ്. അടുത്തത് ബാങ്ക് നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് 1 അവർ ടൈം ഫ്രെയിമിലാണ് നോക്കേണ്ടത്. കാരണം 15 മിനിറ്റിൽ നമുക്ക് സ്യൂട്ടബിൾ ആവുമെന്ന് തോന്നും. പക്ഷേ 15 മിനിറ്റ് അത്ര സെക്യൂർ അല്ല നമുക്ക് പ്രോഫിറ്റ് കൂടുതൽ എടുക്കണമെന്നുള്ളവർക്ക്. കാരണം ഇന്നത്തെ അല്ലെങ്കിൽ 51,010 മുകളിൽ നമുക്ക് എൻട്രി എടുത്ത് പോകാം. ഒന്നുകൂടെ സെക്യൂർ എന്ന് പറയുന്നത് 51,090 മുകളിൽ എടുത്താൽ മതി. 51,090 മുകളിൽ ബാങ്ക് നിഫ്റ്റി മുകളിലേക്ക് പോകുകയാണെങ്കിൽ എടുക്കാം. താഴേക്ക് വരികയാണെങ്കിൽ 50,630 50,630 താഴെ ബാങ്ക് നിഫ്റ്റിയിൽ ഡൗൺ സൈഡ് നമുക്ക് എടുത്ത് പോകാവുന്നതാണ്. അടുത്തത് ഫിൻ നിഫ്റ്റിയാണ്. ഫിൻ നിഫ്റ്റിയിൽ 23,250 മുകളിൽ 23,250 മുകളിൽ അപ്പ് സൈഡും 23,160 താഴെ ഡൗൺ സൈഡും നമുക്ക് എൻട്രി എടുത്ത് വരാം ഫിൻ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, മിഡ് ക്യാപ്പ് നിഫ്റ്റിയിൽ 12,870 മുകളിൽ
അപ്സൈഡ് പോകാം. ഒന്നുകൂടെ വെയിറ്റ് ചെയ്താൽ കുറച്ചുകൂടെ സെക്യൂറായിട്ട് പോകാം. 12,890 മുകളിൽ 12,890 മുകളിൽ അപ്സൈഡ് എടുത്ത് പോകാം. 12,790 താഴെ ഡൗൺ സൈഡിലേക്കും മിഡ് ക്യാപ് നിഫ്റ്റിയിൽ എൻട്രി എടുത്ത് വരാം. അപ്പോൾ ഈ 4 ഇൻഡെക്സുകളിലും നിങ്ങൾ ട്രേഡ് ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ഇതുപോലെ കറക്റ്റായി സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരച്ച് ടെക്നിക്കൽ അനാലിസിസ് നടത്തി നിങ്ങൾക്ക് ഉറപ്പായും പ്രോഫിറ്റിലേക്ക് പോകുമെന്നുണ്ടെങ്കിൽ മാത്രം എൻട്രി ചെയ്യുക. സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ നഷ്ടങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. ഞാൻ എപ്പോഴും പറയുന്ന രൂപത്തിൽ, അതായത് ഒരു ഓപ്ഷൻ ട്രേഡറെ സംബന്ധിച്ചിടത്തോളം നാനാ ഭാഗത്തു നിന്നും നിങ്ങളുടെ പണത്തെ നഷ്ടപ്പെടുത്താനുള്ള സാധ്യതകളുണ്ട്. 1, പ്രീമിയം DK എന്ന് പറയുന്നത്. 2, അതേ പ്രീമിയം ഹണ്ടിങ് എന്ന് പറഞ്ഞിട്ടൊരു സംഗതിയുണ്ട്. അത് നമ്മോടൊപ്പം ട്രേഡ് ചെയ്യുന്നവർക്ക് അറിയാം ഏറെക്കുറെ. അതേപോലെ ചില സമയങ്ങളിൽ നമുക്ക് മാർക്കറ്റ് പ്രൈസിൽ എക്സിറ്റ് ആയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 150 എക്സിറ്റ് ആയി കഴിഞ്ഞാൽ, ഇത് ഒരു പക്ഷേ നമുക്ക് പ്രോഫിറ്റ് മുകളിലേക്കാണെങ്കിൽ, അതായത് 150 എക്സിറ്റ് ആയാലാണ് പ്രോഫിറ്റ് കൂടുതൽ കിട്ടുന്നതെങ്കിൽ അത് ചിലപ്പോൾ 150 താഴേക്കായിരിക്കും എക്സിക്യൂട്ട് ആവുക. അതേസമയം നിങ്ങൾ താഴെ ലോസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് വിചാരിച്ചോളൂ. നിങ്ങൾക്ക് 140 ഉടനെ അല്ലെങ്കിൽ 150 എക്സിറ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ കുറച്ചും കൂടെ താഴെ പോയിട്ടാണ് എക്സിറ്റ് ആവുള്ളൂ. ഒരു 140, 145 ആ ലെവലിൽ. അപ്പോൾ ഏത് നിലയ്ക്ക് നിങ്ങൾക്ക് പോയാലും നഷ്ടങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ഈ മാർക്കറ്റിൽ നിന്ന് കൂടുതലും പ്രതീക്ഷിക്കേണ്ടുള്ളൂ. അതേസമയം നമ്മൾ ഈ പെറുക്കിയെടുക്കണം. ഈ ലാഭം, പ്രോഫിറ്റ് എന്ന് പറയുന്നത് പെറുക്കിയെടുക്കണം. ഇപ്പോൾ ഈ തരത്തിലുള്ള ഈ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്, പ്രീമിയം DK, അതുപോലെ ഇപ്പോൾ ഞാൻ പറഞ്ഞ രൂപത്തിൽ നമ്മുടെ കറക്റ്റ് സമയത്തില്ല എക്സിക്യൂട്ട് ആവായ, അതേപോലെ സ്റ്റോക്ക് ഓപ്ഷനിലൊക്കെ നമ്മൾ എത്ര ശ്രമിച്ചാലും, ലിമിറ്റ് ഓർഡറിൽ ഇട്ടിട്ട് എത്ര എക്സിറ്റ് അടിക്കാൻ ശ്രമിച്ചാലും അത് എക്സിറ്റ് ആവില്ല. ഇപ്പോൾ 150 എക്സിറ്റ് ആവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ 120 പോയിട്ട് എക്സിറ്റ് ആവുള്ളൂ. അതുവരെ ചിലപ്പോൾ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ തന്നെ ആ സാധനത്തെ കാണാൻ കഴിയില്ല. ഇന്ന് നമ്മുടെ ഒരു മെമ്പർ വിളിച്ചിട്ട് പറഞ്ഞു, നാച്ചുറൽ ഗ്യാസ് എടുത്തിട്ട് അത് സാധനം കാണാനില്ല എന്നാണ് പറയുന്നത്. പൊസിഷനിലും ഇല്ല, ഓപ്പൺ ഓർഡറിലും ഇല്ല, ഒന്നിലുമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ ഇടയുണ്ട്. ടെക്നിക്കൽ എററൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ലോസായിരിക്കും. ചില സമയത്തൊക്കെ നമ്മൾക്ക് അനുഭവം ഉണ്ടല്ലോ, ഈ ട്രേഡിംഗ് ആപ്ലിക്കേഷൻ ഹാങ് ആയി കഴിഞ്ഞാലൊക്കെ ട്രേഡ് എടുത്ത് കുടുങ്ങിയിട്ട് എത്രയോ നഷ്ടങ്ങൾ സംഭവിച്ചവർ അനുഭവപ്പെട്ടവരുണ്ടാവും നമ്മുടെ ഇതിൽ, ഇപ്പോൾ ഈ വ്യൂവേഴ്സിൽ. അപ്പോൾ അത്തരത്തിൽ എല്ലാ നിലയ്ക്കും നമുക്ക് നഷ്ടങ്ങൾ മാത്രമേ വരാനുള്ള സാധ്യതകൾ കൂടുതൽ. പ്രോഫിറ്റ് കിട്ടുക ഒരു ഭാഗത്തുനിന്ന് മാത്രമാണ്. അതുകൊണ്ട് ആ ഭാഗം വളരെ ക്ലിയറായി നിങ്ങൾ കാർഡൊക്കെ വെട്ടിത്തെളിച്ച് പോകാൻ ശ്രമിക്കുക. ഓക്കെ, നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ നാളെ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.